2023 മെയ് 15 സുപ്രീം കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേസിന് പോയ ആളുകൾ ഇടുക്കിയിലെ കർഷകരെ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ല, മറിച്ച് ക്വാറി മുതലാളിമാരായിരുന്നു. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഏകപക്ഷീയമായി ഇടുക്കി, വയനാട് പോലുള്ള ഇടങ്ങളിൽ, അതിനി നഗരങ്ങളിലാണെങ്കിൽ പോലും ആ പ്രദേശത്തിൻ്റെ സന്തുലനാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ നീക്കുവാൻ. ഇവിടെ നോക്കൂ, അദ്ദേഹം തന്നെ പറഞ്ഞു 2024 ജൂൺ വരെയുള്ള ഏത് അനധികൃതമായ നിർമ്മാണം ഇടുക്കിയിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവരുടെ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ, അവർക്ക് ഇനിയും അവിടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ചെറിയ നിർമ്മാണങ്ങൾ നടത്തുന്നതിൽ ആരും തന്നെ എതിരല്ല. മറിച്ച് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഏതു തരം നിർമ്മാണങ്ങൾക്കും അനുവാദം നൽകുന്ന, അതിന് ഫീസ് കെട്ടിവെച്ചാൽ മതി എന്ന് പറയുന്നു. നോക്കൂ, ഖനനത്തിന്റെ കാര്യം മാത്രം എടുക്കാം. നമ്മൾ പറയുന്നത് കേരളത്തിൽ ഖനനം വേണ്ട എന്നല്ല, മറിച്ച് നോക്കൂ, വയനാട്ടിലും ഇടുക്കിയിലും ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന്റെ തീവ്രത, ഗ്യാപ്പ് റോഡ്, എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന, എന്നും അതുവഴി യാത്ര ചെയ്യുന്ന സേനാപതി, അദ്ദേഹത്തെ പോലുള്ളവർക്കറിയാം. ഗ്യാപ്പ് റോഡുമായി ഇങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ നിലനിൽപ്പിന് പോലും ഇന്ന് ഭീഷണിയായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെയൊക്കെ രക്ഷകരാണ് അവിടുത്തെ കർഷകർ, ആ നാട്ടിൽ ജനിച്ചു വളർന്നവർ. അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി മറ്റു ചിലരുടെ വലിയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അത് വലിയ ആഘാതങ്ങൾ നാട്ടിൽ വർദ്ധിപ്പിക്കുമെന്ന് ഉൾക്കണ്ടേ നമുക്ക്.